നമസ്കാരം. കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം കത്തി നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. ഒരു വികസനവും കേരളത്തിൽ നടക്കുന്നില്ല എന്നത് ജനങ്ങൾ തന്നെ പറയുകയാണ്. കോവിഡ് സമയത്ത് കിറ്റുകൾ മാത്രം നൽകി ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ടുകൾ മേടിച്ചു കൂട്ടിയ പിണറായി സർക്കാർ രണ്ടാം തവണയും ജനങ്ങൾ അധികാരത്തിൽ ഇരുത്തിയപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു ഭരണമായിരുന്നു പിന്നെ കണ്ടത്. പാവങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ ഒന്നുമില്ലാതെ ജനങ്ങൾ വിഷമിച്ച് വെറും കൈയോടെ തിരികെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഓണത്തിന് പോലും സപ്ലൈകോയിൽ സർക്കാർ അവകാശപ്പെട്ട ഒരു ആവശ്യ സാധനങ്ങളും ഇല്ലായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓണസമയത്ത് പോലും സപ്ലൈകോയിൽ അടച്ചിടേണ്ട, അതായത് സപ്ലൈകോ മാർക്കറ്റുകളെല്ലാം തന്നെ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവിടുത്തെ ജീവനക്കാര് ജോലിയെടുക്കാത്ത ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് ആവശ്യമുള്ള സാധനങ്ങളൊന്നും തന്നെ സപ്ലൈകോയിൽ ഇല്ല. ഒഴിഞ്ഞ റാക്കുകളാണ് ജനങ്ങളെ സ്വാഗതം ചെയ്തത്. ഇനി സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം പരിതാപകരം. കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രിയുടെ പടി ചവിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ എന്താണെന്ന് പോലും അറിഞ്ഞൂടാത്ത, അടിസ്ഥാന കാര്യം പോലും അറിഞ്ഞൂടാത്ത ഒരു മന്ത്രി ആരോഗ്യ മേഖല ഭരിക്കുന്നു. MBBS പോലും എടുത്തിട്ടില്ലാത്ത ഒരു മന്ത്രി ആരോഗ്യ മന്ത്രിയായിട്ട്, അതായത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ട് കേരളം ഭരിക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എങ്ങനെ പോകുന്നുവെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെ കൺസൾട്ടന്റിന് ചെന്നു കഴിഞ്ഞാൽ എന്താണ് അസുഖമെന്ന് പോലും ചോദിക്കാതെ ഡോക്ടർമാർ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ തന്നെ മരുന്നിന്റെ കുറിപ്പുകൾ എഴുതി കൊടുക്കുന്നു. ഫാർമസിയിൽ ചെന്നു കഴിഞ്ഞാൽ പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ 2 രൂപയ്ക്ക് കിട്ടുന്ന പാരസെറ്റമോൾ ഗുളികകൾ മാത്രം സർക്കാർ ആശുപത്രികളിൽ കിട്ടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇരട്ടി തുക കൊടുത്ത് പുറത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയെ അപ്പാടെ തകർത്ത് തരിപ്പണമാക്കി പിണറായി സർക്കാരിന്റെ 2.0. കേന്ദ്ര സർക്കാർ കേരളത്തിൽ നൽകുന്ന ഫണ്ടുകൾ സ്വന്തം പേരിൽ വകമാറ്റി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്ലെക്സുകളും പത്രങ്ങളിൽ പരസ്യങ്ങളും നൽകി, ഹോർഡേഴ്സും നൽകി വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയ പിണറായി സർക്കാരിന്റെ മണ്ടക്കിട്ട് ജനങ്ങൾ തന്നെ അടിച്ചു. വൈകിയാണെങ്കിലും ആ സത്യം ജനങ്ങൾ മനസ്സിലാക്കി. ഇത് കേന്ദ്ര സർക്കാർ തന്നെ നൽകിയ ഫണ്ടാണ്. പിണറായി സർക്കാരും മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസും സ്വന്തം പേരിൽ അടിച്ചുമാറ്റി ആളാവാൻ നോക്കുന്നുവെന്ന്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാനുള്ള ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ നൽകിയപ്പോൾ അതിലും കൈയിട്ട് വാരി, അതിലും വകമാറ്റി ഫണ്ടുകളെല്ലാം. അവസാനം പ്രധാന അധ്യാപകൻ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് ലോണുകളുമൊക്കെ എടുത്തിട്ടാണ് കുഞ്ഞു കുട്ടികളുടെ വയറുകൾ നിറച്ചത്. ജനങ്ങളുടെ സർക്കാർ എന്ന് CPM 100 വട്ടം അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. സെക്രട്ടേറിയറ്റ് പൊതുജനത്തിന് ഒരു പ്രവേശനവും ഉണ്ടായിരുന്നില്ല. അവിടെ പൊതുജനത്തിനെ സ്വീകരിച്ചത് ആയുധങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഒരു തോക്കുധാരികളായ ഉദ്യോഗസ്ഥരായിരുന്നു. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ കാണണമെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി മുതലുള്ള മേലുദ്യോഗസ്ഥരുടെ കൈയും കാലും പിടിച്ച് അനുവാദം വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം മാറി. ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഒരു പരിശോധനയും ഇല്ലാതെ കടന്നു വരാമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനിയിപ്പോൾ കേരളം മാറുന്നത്. ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉറക്കമൊഴിച്ചിരുന്ന് ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയൊക്കെ PR വർക്കുകൾ പിണറായി വിജയൻ ചെയ്താലും, എത്രയൊക്കെ ഡോക്യുമെന്ററികൾ പിണറായി വിജയൻ ഇറക്കിയാലും ഉമ്മൻചാണ്ടി എന്ന ആ ജനകീയ നേതാവിന്റെ 7 അയലത്തേക്ക് പോലും എത്താൻ പിണറായി വിജയന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സഖാവ് എന്ന് നമ്മൾ വിളിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ, അതായത് CPMലെ നേതാക്കളെ നമ്മൾ സഖാവ് എന്ന് വിളിക്കാൻ പറ്റില്ല. അവർ അതിന് ഒരു അർഹതയും ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. എന്നാൽ ഇന്നത്തെ അവസ്ഥ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നതിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിൽ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് കമാൻഡോസിലേക്ക് നിയമിക്കുന്നതും. NIA അന്വേഷണം സെക്രട്ടേറിയറ്റിന്റെ പടിവാതിലേക്ക് എത്തിയ സമയത്താണ് അവിടെ പബ്ലിക് ഓഫീസിൽ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നിലവിൽ പ്രധാന സർവേകളിലെല്ലാം തന്നെ പറയുന്നത് UDF അധികാരത്തിൽ വരും. അതായത് 10 വർഷത്തെ കേരളത്തിലെ ആ ഒരു ഹിറ്റ്ലർ ഭരണത്തിന് അറുതി വരുത്താൻ UDF ശക്തമായി തന്നെ തിരിച്ചു വരുന്നു എന്നാണ് പല സർവേകളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിലവിൽ കേരളത്തിൽ UDF തരംഗം
ആഞ്ഞടിക്കുന്നുണ്ട്. അതായത് UDF അധികാരം പിടിക്കുമെന്ന് ലോക് പോൾ സർവേകൾ പലതും പറയുകയാണ്. UDF 77 മുതൽ 81 സീറ്റുകൾ വരെ നേടുമെന്നും LDF 58 മുതൽ 62 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ വരെ കൈവിട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സർവേ പറയുന്നത്. അത് ഇന്റലിജൻസ് റിപ്പോർട്ടിലും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. NDA 1 മുതൽ 2 വരെയുള്ള സീറ്റുകൾ നേടുമെന്നും വോട്ട് വിഹിതം 14 മുതൽ 16% ഉയരുമെന്നും സർവേ പറയുന്നുണ്ട്. നിലവിൽ ഭരണകക്ഷിയായ LDF 58 മുതൽ 62 വരെ സീറ്റുകളിൽ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. 39 മുതൽ 41% വോട്ടുകളാണ് ഇടതുമുന്നണിക്ക് പ്രവചിക്കപ്പെടുന്നത്. പൊതുജനങ്ങളോട് വളരെ നികൃഷ്ടമായി പെരുമാറുന്ന ഒരു CPM എന്ന പാർട്ടി കേരളം ഇനി ഭരിക്കണ്ട എന്ന് തീരെഴുതാനായിട്ട് ജനങ്ങൾ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നാണ് പല എക്സിറ്റ് പോളുകളും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.